അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ്, പാഠം 3, അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ. സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ പാഠത്തിൽ പറയുന്ന ഭാഗം നോക്കാം. ഖുർആൻ പാരായണം ആസ്വാദ്യകരമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് മീമിലും നൂനിലും വരുന്ന ഗുന്നത്ത്. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നൂനിൽ ശ്രദ്ധിക്കേണ്ട ഉച്ചാരണ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. തജ്വീദ് നിയമങ്ങളിൽ നാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ് സുക്കൂനുള്ള നൂൻ. സുക്കൂനുള്ള നൂനിൻ്റെ അതേ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്, അതാണ് തൻവീൻ. ഇത് ഫതഹ്, കസ്ർ, ലമ്മ് എന്നീ 3 ഹർക്കത്തുകളിലും വരുന്നതാണല്ലോ. താഴെ കൊടുത്ത അക്ഷരങ്ങൾ വായിച്ചു നോക്കൂ. ബൻ, ബിൻ, ബുൻ. ബൻ, ബിൻ, ബുൻ. മുകളിൽ എഴുതിയത് പിരിച്ചെഴുതിയതാണ്, താഴെ എഴുതിയത് അതിൻ്റെ ശരിയായ എഴുത്തിൻ്റെ രൂപമാണ്. ഉച്ചാരണം രണ്ടും ഒന്ന് തന്നെയാണ്. അഥവാ ബൻ എന്നെഴുതിയാൽ ബ പ്ലസ് ന്, അതാണ് ബൻ. ബി പ്ലസ് ന്, അതാണ് ബിൻ. ബു പ്ലസ് ന്, അതാണ് ബുൻ. ഇതിനെയാണ് തൻവീൻ എന്ന് പറയുന്നത്. ബൻ തൻവീൻ ഫതഹ്, ബിൻ തൻവീൻ കസ്ർ, ബുൻ തൻവീൻ ലമ്മ്. മുകളിൽ കൊടുത്ത അക്ഷരങ്ങളിൽ നൂനിനും തൻവീനിനും ഉച്ചാരണത്തിൽ ഒരുപോലെയല്ലേ? അതെ, ഉച്ചാരണത്തിൽ ഒരുപോലെയാണ് ഈ ഭാഗങ്ങളെല്ലാം. നൂന് എന്ന അക്ഷരം ഖൈശൂമിൽ നിന്നുള്ള ഗുന്നത്തിൻ്റെ സഹായത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്. ഖൈശൂം എന്ന് പറഞ്ഞാൽ തരിമൂക്ക്. അപ്പോൾ നൂന് എന്ന അക്ഷരം തരിമൂക്കിൽ നിന്നുള്ള ഗുന്നത്തിൻ്റെ സഹായത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവയുടെ ഉച്ചാരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉച്ചാരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സൂറത്തുൽ ഗാശിയയിലെ ആദ്യത്തെ 7 ആയത്തുകളുടെ പാരായണം ശ്രദ്ധയോടെ കേൾക്കാം. ഈ പാരായണത്തിൽ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ഉച്ചാരണ വ്യത്യാസവും ഉന്നത്തും ശ്രദ്ധിക്കുമല്ലോ. സൂറത്തുൽ ഗാശിയ എന്ന് പറഞ്ഞാൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഈ സൂറത്തിനെയാണ് സൂറത്തുൽ ഗാശിയ എന്ന് പറയുന്നത്. നമുക്കതിലെ ആദ്യത്തെ 7 ആയത്ത് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. ഇതിൽ നൽകിയ QR കോഡിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് സൂറത്തുൽ ഗാശിയയിലെ ആദ്യത്തെ 7 ആയത്തുകൾ കേട്ടു നോക്കാം. നമുക്ക് ആ 7 ആയത്തുകളൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ് വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. ഇതിൽ കുറേ തൻവീന് വരുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും.
സുക്കൂനായ നൂന് വരുന്ന സ്ഥലവും കാണാൻ കഴിയും. നമുക്കിതിൻ്റെ നിയമങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം. നാം കേട്ട പാരായണത്തിൽ ചില നൂനുകളും തൻവീനുകളും കൂടുതൽ മണിച്ച് ഉച്ചരിക്കുന്നു. ചിലത് തീരെ മണിച്ചിട്ടില്ല. ചിലത് വ്യക്തമായി ഉച്ചരിച്ചിട്ടുണ്ട്. ചിലത് വ്യക്തമായി ഉച്ചരിച്ചിട്ടില്ല. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ നമുക്ക് പഠിക്കാം. അവ 5 സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ 5 ആ 5 നിയമങ്ങൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അൽ-ഇഖ്ഫാ, അൽ-ഇദ്ഹാർ, ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഇഖ്ലാബ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിച്ച് ഓതുക. മറക്കുകയും വേണം, മണിക്കുകയും വേണം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഓതുക, അഥവാ അവിടെ മണിക്കലോ ചേർത്ത് ഓതലോ ഒന്നുമില്ല. ഇദ്ഗാം ബിഗുന്ന ചേർത്ത് മണിച്ചോതൽ, ചേർത്ത് മണിച്ച് ഓതൽ. ഇദ്ഗാം ബിലാ ഗുന്ന ചേർത്ത് മണിക്കാതെ ഓതൽ, ചേർത്ത് മണിക്കാതെ ഓതൽ. ഇഖ്ലാബ് മറിച്ചോതുക, ഒരക്ഷരത്തിനെ മറ്റൊരു അക്ഷരമായി മറിച്ച് ഓതണം. അതിനെയാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ ഭാഗം സൂറത്തു നബയിലെ സുക്കൂനുള്ള നൂന് വന്ന 5 പദങ്ങൾ. സൂറത്തു നബ അഥവാ അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തിനെയാണ് സൂറത്തു നബ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സുക്കൂനായ നൂനിൻ്റെ 5 നിയമങ്ങൾ വന്ന പദങ്ങൾ നമുക്ക് നോക്കാം. സുക്കൂനായ നൂന് വന്ന ഒരു പദമാണ് വഅൻസൽന. വഅൻസൽന, വഅൻസൽന. അടുത്തത് യുൻഫഖു, യുൻഫഖു. 3ാമത്തേത് ഫലൻ നസീദകും, ഫലൻ നസീദകും. 4 യൻളുറു, യൻളുറു. 5 കുന്തു തുറാബ, കുന്തു തുറാബ, കുന്തു തുറാബ. ഇവിടെ സുക്കൂനായ നൂന് വരുന്ന സ്ഥലത്ത് ഉച്ചാരണങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയും. അത് സുക്കൂനായ നൂനിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി നിയമങ്ങൾ മാറുമ്പോഴാണ് അതിൻ്റെ ഉച്ചാരണങ്ങൾ മാറുന്നത്. വഅൻസൽന യുൻഫഖു ഫലൻ നസീദകും യൻളുറു കുന്തു തുറാബ. തദ്രീബാത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, 2ാമത്തെ ഭാഗമാണ് സൂറത്തുൽ മുൽക്കിൽ വന്ന തൻവീനിനുള്ള 5 പദങ്ങൾ കണ്ടെത്തി അവയുടെ തൊട്ടടുടെയുള്ള പദങ്ങളും ചേർത്ത് എഴുതുക, അഥവാ 2 പദങ്ങളാക്കി ചേർത്ത് എഴുതണം. തൻവീനും തൻവീനിന് ശേഷമുള്ള പദങ്ങളും കൂടി എഴുതണം. നമുക്ക് നോക്കാം 5 ഉദാഹരണങ്ങൾ. അമലൻ, അമലൻ വഹുവ, അമലൻ വഹുവ. 2 ത്വിബാഖൻ, ത്വിബാഖൻ മാ തറാ, ത്വിബാഖൻ മാ തറാ. 3 തഫാവുത്തിൻ, തഫാവുത്തിൻ ഫർജിഇൽ ബസറ, തഫാവുത്തിൻ ഫർജിഇൽ ബസറ. 4 റുജൂമൻ, റുജൂമൻ ലിശ്ശയാത്വീൻ, റുജൂമൻ ലിശ്ശയാത്വീൻ. 5 ഷഹീഖൻ, ഷഹീഖൻ വഹിയ, ഷഹീഖൻ വഹിയ. ഇതാണ് തൻവീനിനോട് ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ അടിസ്ഥാനമാക്കി നിയമങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ വരുന്നത്.
മൂന്നാമത്തെ ഭാഗം സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളുടെ ഒരു ചാർട്ട് വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അഥവാ 5 നിയമങ്ങൾ വരുന്ന ഈ രൂപങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ എഴുതി അതിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കുക. അത് നമ്മൾ എഴുതി പഠിക്കുക. അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് എഴുതിയാൽ കൂടുതൽ മനസ്സിലാകാനും നമ്മുടെ മനസ്സിൽ നിൽക്കാനും ഒക്കെ അത് കാരണമാകും. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.